തിരികെ വാർത്തയിലേക്ക്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠത്തിലും ദുരൂഹത. ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം കൂടി നിർമ്മിച്ച് നൽകിയെന്നതായി ദ്വാരപാലക ശില്പത്തിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ആദ്യമുണ്ടായിരുന്ന പീഠങ്ങളുടെ നിറം മങ്ങിയപ്പോൾ പുതിയത് നൽകിയെന്നും 3 പവൻ സ്വർണം ഉപയോഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് കാലമായതിനാൽ നേരിട്ട് പോകാതെ കൊടുത്തുവിടുകയായിരുന്നു. എന്നാൽ പുതിയ പീഠങ്ങൾക്ക് അളവ് വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം അറിയിച്ചു. ഇപ്പോൾ സ്വർണ്ണപീഠത്തെക്കുറിച്ച് തിരക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നും സ്പോൺസർ പറയുന്നു. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചിരികയാണ്. മിഥുൻ, ഈ സ്വർണ്ണപീഠത്തിലും കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ നിറം മങ്ങിയ സാഹചര്യത്തിലാണ് പുതിയത് നൽകിയത്. പക്ഷേ അതിൻ്റെ അളവ് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ്, ദുരൂഹത നിലനിൽക്കുകയാണ് എന്ന് തന്നെയാണോ സ്പോൺസർ പറയുന്നത്? തീർച്ചയായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ പറയുന്നതനുസരിച്ച് നിലവിൽ ഈ ദ്വാരപാലക വിഗ്രഹത്തിന് 2 സ്വർണ്ണ പീഠങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് 2019 ഈ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണ്ണ പീഠം നിർമ്മിച്ച് നൽകിയിരുന്നത്. ഈ ദ്വാരപാലക വിഗ്രഹവും നിർമ്മിച്ച് നൽകിയിരുന്നത്. അതിൽ 2019 അവസാനത്തോടടുക്കുമ്പോൾ ആ ഒരു സ്വർണ്ണ പാളിയിൽ, അതായത് പീഠത്തിൻ്റെ പാളിയിൽ നിറം വ്യത്യാസം വന്നു എന്ന് ദേവസ്വം അധികൃതർ ഇത്തരത്തിൽ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ആ നിലവിലെ സ്വർണ്ണപ്പാളി തിരികെ നൽകുകയാണെങ്കിൽ അത് പുനർനിർമ്മിച്ച് നൽകാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം കൃത്യമായിട്ടുള്ള വാറണ്ടി എല്ലാം ഉണ്ടായിരുന്നു. 8 വർഷത്തോളം വാറണ്ടി ഉണ്ടായിരുന്നു ചെന്നൈയിലെ ഈ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന്. പക്ഷേ ഇത്തരത്തിൽ വഴിപാട് നൽകിയ സാധനം തിരികെ നൽകാനോ അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് മാറ്റാനോ കഴിയില്ല. അതിന് കുറേ കൂടുതൽ രീതിയിലുള്ള നടപടിക്രമങ്ങളുണ്ട് എന്നറിയിച്ചതോടുകൂടിയെങ്കിൽ മറ്റൊരു സ്വർണ്ണപീഠം നിർമ്മിച്ച് നൽകാനായിരുന്നു ദേവസ്വം നൽകിയിരുന്ന നിർദ്ദേശം. ഇതിനനുസരിച്ച് ഈ ബിസിനസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം സ്പോൺസർ മറ്റൊരു പീഠം നിർമ്മിച്ച് നൽകുകയായിരുന്നു. പക്ഷേ ഇതിന് കൃത്യമായ അളവുകൾ എടുക്കാൻ അന്നത്തെ കോവിഡ് കാലമായതിനാൽ ഈ ആശാരി ഇവിടെ എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷേ അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ആ നിർമ്മാണത്തിൻ്റെ അളവുകോലെല്ലാം വെച്ചുകൊണ്ടായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്. പക്ഷേ അത് നേരിട്ട് എത്തിക്കാനും സാധിച്ചില്ല. കർണാടകയിലായിരുന്ന ആൾക്ക് ഈ ഒരു കോവിഡ് കാലത്ത് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വഴി എത്തിക്കുകയായിരുന്നു, സന്നിധാനത്ത് എത്തിച്ച് നൽകുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ദേവസ്വം അറിയിക്കുകയായിരുന്നു ഇത് അളവുകളിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ദേവസ്വം അറിയിക്കുകയാണ് ചെയ്തത്. പിന്നീട് കോവിഡ് നീണ്ടുപോവുകയും ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സ്പോൺസറായിട്ടുള്ള അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണ്ണപ്പാളി ഇളക്കി പുതുക്കുന്ന പണിയിലേക്ക് ഏർപ്പെട്ടതായി അറിയിച്ചതോടുകൂടി എങ്കിൽ പിന്നെ ആ സ്വർണ്ണപ്പാളി കൂടി, അതായത് രണ്ടാമതായി നിർമ്മിച്ച സ്വർണ്ണപീഠത്തിൻ്റെ സ്വർണം കൂടി ഒരുക്കി അതിനെ പുനർനിർമ്മിച്ച് ആ സ്വർണം ഇതിൽ കൂടി കൂട്ടിച്ചേർക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഈ സ്പോൺസർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഘട്ടത്തിലാണ് രണ്ടാമത് നിർമ്മിച്ച് നൽകിയ സ്വർണ്ണ പീഠം എവിടെ പോയി എന്ന് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക വന്നത്. ഇത് സംബന്ധിച്ച് ഒരു രേഖ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടിയും നൽകാൻ ദേവസ്വത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് 3 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണപീഠങ്ങൾ എവിടെ പോയി എന്ന് സംബന്ധിച്ച് ദേവസ്വത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ദേവസ്വം അധികൃതർ ചെയ്യുന്നതല്ലേ? അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്വർണ്ണപ്പാളിയിലെ ദുരൂഹത സംബന്ധിച്ച് ഇതിലും കൃത്യമായ ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് സ്പോൺസർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടതും അത്തരത്തിൽ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് എന്ത് വസ്തു നൽകുകയാണെങ്കിൽ അത് ചെറിയ വസ്തുവാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു മഹസർ നൽകണമെന്നുള്ളതാണ് പറയുന്നത് എന്നാണ് ചട്ടമുള്ളത്. പക്ഷേ ഈ രണ്ടാമത് നൽകിയ സ്വർണ്ണ പീഠത്തിന് മഹസർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്പോൺസർ പങ്കുവയ്ക്കുന്ന ആശങ്ക. അങ്ങനെയെങ്കിൽ അതെവിടെ പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമലയ്ക്ക് നൽകിയ വഴിപാട് വസ്തുവാണ്. 3 പവൻ തൂക്കം വരുന്ന 2 സ്വർണ്ണപീഠങ്ങളാണ് അങ്ങനെ ഉണ്ടാവേണ്ടത്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസ്, അതായത് എന്തെങ്കിലും
എന്തെങ്കിലും ഇടപെടൽ അതിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില കൈകടത്തലുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതെല്ലാം ന്യായമായും സംശയിക്കേണ്ട ഒന്നാണ്. ദേവസ്വം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. കാരണം ഒരുപക്ഷെ അത് ഇവിടെ ഉണ്ടെങ്കിൽ, സ്ട്രോങ് റൂമിൽ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം എന്നുള്ളതാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഈ സ്പോൺസറെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ് കേസിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. വിജിലൻസിന്റെ അന്വേഷണം ഈ പാളികൾ പ്രധാനപ്പെട്ട പാളികൾ നീക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇക്കാര്യം കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാവണമെന്നാണ് ഇപ്പോൾ സ്പോൺസർ ആവശ്യപ്പെടുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠത്തിലും ദുരൂഹത. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് സന്നിധാനത്ത് നിന്നും മിഥുനയ്യപ്പൻ നൽകിയത്.